ത്രിദിന ബന്ദിന് തിങ്കളാഴ്ച തുടക്കമാവും. ഈ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഫെഡറേഷൻ ഓഫ് കൺസ്ട്രക്ഷൻ ഓർഗനൈസേഷനാണ് ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടനകളുടെ കൂട്ടായ്മയായ കോൺഫെഡറേഷൻ ഓഫ് കൺസ്ട്രക്ഷൻ ഓർഗനൈസേഷൻ 3 ദിവസത്തെ ബന്ദിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. നിർമ്മാണ മേഖലയെ മാറ്റി നിർത്തി രാജ്യത്തിന്റെ വികസനം അസാധ്യമെന്നിരിക്കെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരെ സർക്കാർ പാടെ അവഗണിക്കുകയാണ്. മാത്രമല്ല, നിർമ്മാണ മേഖലയിലെ റവന്യൂ വരുമാനമിനത്തിൽ കോടികൾ സർക്കാരിന് ലഭിക്കുന്നുണ്ടെങ്കിലും ഇതിന്റെ 1% പോലും ഈ രംഗത്തുള്ളവരുടെ ക്ഷേമത്തിനായി വിനിയോഗിക്കുന്നില്ലെന്നും സംഘടനകൾ ആരോപിക്കുന്നു. ഈ സാഹചര്യത്തിൽ 40ഓളം ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ബന്ദ്. തിങ്കളാഴ്ച 6 മണിയോടെ ആരംഭിക്കുന്ന ബന്ദ് 22-ന് അർദ്ധരാത്രി 12 മണി വരെ നീണ്ടുനിൽക്കും. നിർമ്മാണ രംഗത്തെ ഭൂരിഭാഗം സംഘടനകളും CCOയിൽ അംഗമായതിനാൽ കേരളത്തിലെ നിർമ്മാണ മേഖല 3 ദിവസം പൂർണ്ണമായും നിശ്ചലമാകും. ബന്ദ് വിജയിപ്പിക്കാൻ വിവിധ സംഘടനകൾ അവരവരുടെ കീഴ്ഘടകങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബന്ദ് മുന്നിൽ കണ്ട് അന്യസംസ്ഥാന തൊഴിലാളികൾ ഒന്നടങ്കം നാട്ടിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ.